ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാന്തല്ലൂരിലെ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടേക്ക് ജീപ്പിലേ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഇവിടേക്കുള്ള വഴി കുറച്ച് ദുർഘടമാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ അതിൻ്റെ പ്രശ്നമുള്ളൂ. ഇവിടെ നമുക്ക് ഈ വലിയൊരു ഗ്രൗണ്ടുമാരുള്ള സ്ഥലത്ത് അധികം ഒന്നും കാണാനില്ലെങ്കിലും 2-3 ഏറുമാടങ്ങളെല്ലാം മരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറുകയും ചെയ്യാം. ഇവിടേക്ക് വരുമ്പോൾ അവിടെ ചില സമയത്ത് ടിക്കറ്റ് മേടിക്കുന്ന ഒരാളെ കാണാം. ടിക്കറ്റ് ഒന്നും തരില്ല, കാശ് മാത്രം മേടിക്കുന്നത് കാണാം. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ നിന്നും റൈറ്റിലേക്കൊരു താഴത്തേക്കൊരു വഴി ഇറങ്ങി പോകുന്നുണ്ട്. ആ വഴി കൂടെ നമുക്ക് വന്നാൽ നേരെ എത്തുന്നത് ഈ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. ആ വഴിയിലേക്ക് നമുക്ക് വരുമ്പോൾ ആദ്യമായി കിട്ടുന്നത് ഒരു ആപ്പിൾ തോട്ടമുണ്ട്, അതുപോലെ സ്ട്രോബെറി തോട്ടം കാണാം. പിന്നെ ഒരു ഹണി റോക്ക് പറഞ്ഞിട്ടൊരു തേനീച്ചക്കൂടുള്ള ഒരു സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്കുള്ള അല്ലെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റിലേക്കുള്ള വഴി എത്തുന്നത്. പക്ഷേ ഒരിക്കലും നമ്മുടെ വാഹനത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധ്യമല്ല. കാരണം കുറച്ചിടം വളരെയധികം മോശമായി കിടക്കുകയാണ്. ഈ സ്ഥലം തന്നെ നോക്കുക, ആകെ പൊളിഞ്ഞു കിടക്കുക. ഒരിക്കലും നമ്മുടെ ചെറിയൊരു കാറിനോ ഇതിൽ കയറി വരാൻ സാധ്യമല്ല. അടിയെല്ലാം മുട്ടി നാശമായി പോകും. ജീപ്പ് പോലെയുള്ള ഹൈറ്റുള്ള വണ്ടികൾക്ക് മാത്രമേ ഇത് ഇടിച്ചു കയറി വരാൻ കഴിയുള്ളൂ. മുകളിലെ റോഡിൽ ഒരു ഭാഗത്ത് നമ്മുടെ വാഹനം സൈഡ് ചെയ്ത് ഒതുക്കി നിർത്തുക. അതിനുശേഷം നമുക്ക് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 350 മീറ്റർ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ ഈ സ്ഥലത്തേക്ക് എത്താം. ഇവിടുന്ന് നമ്മൾ നേരത്തെ കാണിച്ച ഏറുമാടത്തൊക്കെ കയറി ഒന്ന് വ്യൂ എല്ലാം കണ്ടതിന് ശേഷം ഇറങ്ങി നമുക്ക് ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് നമുക്ക് മെല്ലെ നടന്നു പോകാം. ഈ താഴെ കാണുന്ന പച്ചപ്പ് പുല്ലുകൾ, അതെ, പുൽത്തൈലം ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന പുൽത്തൈലത്തിൻ്റെ പുല്ലുകളാണ് ഇവിടെ ധാരാളമായിട്ട് കാണാൻ കഴിയുന്നത്. തണുത്ത ഇളം കാറ്റിനെ തട്ടി നീക്കിക്കൊണ്ട് നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് നടന്നെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ്. ഭ്രമരം വ്യൂ പോയിൻ്റ് വലിയ പാറക്കെട്ടുകളാൽ നിറഞ്ഞ വലിയൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. അങ്ങകലെ നിങ്ങൾക്ക് വലിയ മലകളെല്ലാം ദൂരെ കാണാം, മഞ്ഞിനാൽ മൂടി നിൽക്കുന്ന മലകൾ. താഴെ കാന്തല്ലൂരിൻ്റെ കൃഷിസ്ഥലങ്ങളാണ് താഴെ കാണാൻ കഴിയുന്നത്. കരിമ്പും ചോളവും ആപ്പിളും എല്ലാം കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലങ്ങൾ. അതിനിടയിൽ നമുക്ക് വീടുകളും റോഡുകളെല്ലാം താഴെ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം അഗാധയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നിങ്ങൾ ഒരിക്കലും താഴത്തേക്ക് ഇറങ്ങിപ്പോകരുത്. കാരണം താഴെ അഗാധമായ കൊക്കയാണ്, അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഹലോ ഫ്രണ്ട്സ്, കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അതിഗംഭീരമായ കാഴ്ചയാണ് ഇവിടുന്ന്. എത്ര കണ്ടാലും മതി വരാത്ത, കണ്ണിന് മനോഹരമാകുന്ന അതിഗംഭീര കാഴ്ചയാണ് താഴ്ചയിൽ. അതേമാതിരി ദൂരത്തേക്കുള്ള മലനിരകളും വളരെയധികം താഴ്ചയുള്ള സ്ഥലങ്ങളും. എത്ര കണ്ടാലും മതിയാവില്ല, ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും കാന്തല്ലൂർ വരുമ്പോൾ ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്. ഭ്രമരം വ്യൂ പോയിന്റ് എന്തായാലും ഇവിടേക്ക് നിങ്ങൾ എത്തണം.